ഹലോ എവ്രി വൺ. നമ്മൾ ഈ ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഏറ്റവും വലിയ സംശയങ്ങളിലൊന്നാണ് സാർ എന്താണ് ഈ നറേഷനും റൈറ്റപ്പും റിവ്യൂവും തമ്മിലുള്ള വ്യത്യാസം. ഉറപ്പായും ഇന്നത്തെ പരീക്ഷയിൽ ഈ 3 ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഓണപരീക്ഷയിലും ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 3. സോ വളരെ കൃത്യമായിട്ട് നിങ്ങൾ കേട്ടോളൂ. ഒന്നാമത്തെ കാര്യം, എന്താണ് നറേഷൻ? നറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവരണമാണ്. നറേഷൻ ഒരു വിവരണമാണ്. അവിടെ നിങ്ങളൊരു കഥ പറയാണ്, ടെല്ലിങ് എ സ്റ്റോറി ഓർ ഡിസ്ക്രൈബിങ് എൻ ഇവൻ ഇൻ സീക്വൻസ്. അത് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഒരു കഥ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കോളർഷിപ്പ് ജാക്കിൽ മാർത്തയുടെ കഥ അല്ലെങ്കിൽ മിസ്റ്റർ ജോണിൻ്റെ കഥ പറയുക. അവിടെ പ്രത്യേകിച്ച് സ്ട്രക്ചർ ഒന്നുമില്ല. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവണം. ആരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഐ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂലാണോ, അല്ലെങ്കിൽ മിസ്റ്റർ ജോൺ എന്ന് പറഞ്ഞിട്ട് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂലാണോ എഴുതുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി അവിടെ ഒരു കൃത്യമായ ബിഗിനിങ് ഉണ്ടായിരിക്കണം, മിഡിൽ ഉണ്ടായിരിക്കണം, എൻഡ് ഉണ്ടായിരിക്കണം. ദെൻ ഒരു പേപ്പർ, അതായത് 2 സൈഡ്സ് എഴുതിയാൽ മതി, അത്രയൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ദെൻ അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് 2 എന്ന് പറയാം. ഈ റൈറ്റപ്പിലേക്ക് വരുന്ന സമയത്ത് റൈറ്റപ്പ് എന്ന് വെച്ചാൽ മനസ്സിൽ വെക്കുക അതൊരു കുറിപ്പാണ് അല്ലെങ്കിൽ എസ്സേ ആണ്. ദെൻ എക്സ്പ്ലെയിൻസ് എ ടോപ്പിക്. നിങ്ങൾക്ക് ഒരു ടോപ്പിക് തന്നിട്ടുണ്ടാകും, ആ ടോപ്പിക്കിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്രോപ്രിയേറ്റ് ആയിട്ട് ടൈറ്റിൽ കൊടുക്കുക, ടോപ്പിക്കിനാണ് ഇമ്പോർട്ടൻസ്. ആ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കണം, എന്നിട്ട് ബോഡി ഓഫ് ദ റൈറ്റപ്പ്, ദെൻ ഒരു കൺക്ലൂഷൻ എഴുതുക. വീണ്ടും ഒരു പേപ്പർ 2 സൈഡ് എഴുതിയാൽ മതി. ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് 3 സ്റ്റാർ തന്നെ കൊടുക്കാം. എന്നാൽ അടുത്തത് റിവ്യൂ ആണ്. എന്താ റിവ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഈ മൂവി റിവ്യൂ ഒക്കെ കാണുന്ന പോലെ റിവ്യൂ എന്ന് പറഞ്ഞാൽ വിശകലനം അല്ലെങ്കിൽ നിരൂപണം എന്നാണ്. സോ ഒരു ടോപ്പിക്കിനെ എന്ത് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്യണം. ഒരു ടോപ്പിക്കിനെ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവണം. ടോപ്പിക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇൻട്രൊഡ്യൂസ് ദ ലെസൺ. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ദ നെവർ നെസ്റ്റിൻ്റെ റിവ്യൂ ആണ് ചോദിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ജാക്കിൻ്റെ റിവ്യൂ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്ററിനെ കുറിച്ചൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അല്ലേ, ബോഡി ഓഫ് ദ റിവ്യൂ. ദെൻ നിങ്ങളുടെ ഒബ്സർവേഷനും നിങ്ങളുടെ ഒപ്പീനിയനും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വീണ്ടും ഒരു പേപ്പർ തന്നെ എഴുതിയാൽ മതി, പക്ഷേ ഇതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് വേണമെങ്കിൽ ഒരു 4 സ്റ്റാർ വരെ കൊടുക്കാവുന്നതാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലുള്ള കാര്യങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരം 7 മണിയുടെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഐ വിൽ സീ യു ദ. താങ്ക് യു.